ഉഹുദ് യുദ്ധസമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ഒരു വാള് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ചോദിച്ചു, ആരാണ് ഇതിന്റെ അവകാശം ഏറ്റെടുക്കാൻ പോകുന്നത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ഉമർ റളിയല്ലാഹു അൻഹുവും ഉൾപ്പെടെയുള്ള പ്രമുഖ സ്വഹാബികൾ മുന്നോട്ട് വന്നെങ്കിലും അള്ളാഹുവിന്റെ റസൂൽ അത് നൽകിയില്ല. ഒടുവിൽ അബൂ ദുജാന റളിയല്ലാഹു അൻഹു വന്ന് ചോദിച്ചു, അള്ളാഹുവിന്റെ പ്രവാചകനെ, എന്താണ് ഈ വാളിന്റെ ചുമതല? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി നൽകി, ശത്രുക്കളെ വെട്ടി ഈ വാള് വളയുന്നത് വരെ നീ പോരാടണം. ആ ദൗത്യം ഏറ്റെടുത്ത അബൂ ദുജാന റളിയല്ലാഹു അൻഹു തന്റെ പക്കലുള്ള ചുവന്ന തുണി എടുത്ത് തലയിൽ കെട്ടി. സ്വഹാബികൾക്കിടയിൽ ഈ ചുവന്ന തലപ്പാവ് മരണത്തിന്റെ തലപ്പാവ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അങ്ങനെ അദ്ദേഹം ശത്രുനിരയെ നോക്കി ഒരു സിംഹത്തെ പോലെ അഹങ്കാരത്തോടെ നടന്നു വരുന്ന അദ്ദേഹത്തെ കണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമല്ലാത്ത നടത്തമാണിത്. പക്ഷേ ഈ ഒരു യുദ്ധക്കളത്തിൽ ഇത് അനുവദനീയമാണ്. യുദ്ധഭൂമിയിൽ ഖുറൈശികളുടെ കരുത്തനായ അബൂ സഹദ് വെല്ലുവിളിയുമായി വന്നപ്പോൾ അബൂ ദുജാന റളിയല്ലാഹു അൻഹു അവനെ നേരിട്ടു. മിന്നൽ വേഗത്തിൽ തന്റെ വാൾ വീശിക്കൊണ്ട് അദ്ദേഹം ആ ശത്രുവിനെ മണ്ണിൽ വീഴ്ത്തി. പിന്നീട് ആ ചുവന്ന തലപ്പാവണിഞ്ഞ വീരൻ ഒരു കൊടുങ്കാറ്റ് പോലെ ശത്രുനിരയിലേക്ക് ഇരച്ചു കയറി. നേരിട്ടവരെയെല്ലാം തകർത്ത് മുന്നേറുന്ന അദ്ദേഹത്തിന്റെ ആവേശം കണ്ട ഖുറൈശികൾ ഭയന്നു വിറച്ചു. താൻ പ്രവാചകന് നൽകിയ വാക്ക് ശത്രുക്കളുടെ മുൻനിരകളെ തകർത്തെറിഞ്ഞ് ആ വാള് വളയുന്നത് വരെ അബൂ ദുജാന റളിയല്ലാഹു അൻഹു പോരാട്ടം തുടർന്നു. ചരിത്രത്തിന്റെ ഏടുകളിൽ ആ ചുവന്ന തലപ്പാവ് വെറുമൊരു തുണിയായിരുന്നില്ല. അത് മരണത്തെ മുഖാമുഖം കണ്ടു പുഞ്ചിരിച്ച ഒരു പോരാളിയുടെ അടയാളമായിരുന്നു. സത്യത്തിനു വേണ്ടി നിലകൊള്ളുന്നവർക്ക് മുന്നിൽ ഭയമെന്ന ഒരു വാക്കിന് സ്ഥാനമില്ലെന്ന് അബൂ ദുജാന റളിയല്ലാഹു അൻഹു ലോകത്തിന് കാണിച്ചു കൊടുത്തു. ഇന്നും ഉഹുദിന്റെ മണൽത്തരികളിൽ ആ ധീരതയുടെ ഗന്ധം അവശേഷിക്കുന്നു.